ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇനി ബാറ്റർ ഉണ്ടാക്കിയിട്ട് ആടായിപ്പോയി എന്നൊന്നും പറയണ്ട. അപ്പം എല്ലാവരും ഇത് പെട്ടെന്ന് തയ്യാറാക്കിക്കോളുക. ഇതിന് ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റിഫായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഇതിനെടുക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പാക്ക് ബ്രെഡാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഇതിൻ്റെ 4 വശവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം ഇത് ലേശം ഹാർഡായിട്ടുണ്ടാവും. അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പം ബേസിൻ്റെ മുകളിൽ ലേശം വിപ്പിംഗ് ക്രീം കൊണ്ട് ഇത്തിരി പരത്തിക്കാണ്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡ് വെച്ച് ഓരോ സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുക്കുക. ബ്രെഡ് 4ആയിട്ടുള്ളതായതുകൊണ്ട് കേക്ക് തെന്നിപ്പോവും. അപ്പം 4 വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഐസിങ് ചെയ്യാം. പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുമ്പം ലേശം അല്പം ചേർത്താൽ മതി ഷുഗർ സിറപ്പ്. കാരണം നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് നനവ് തട്ടുമ്പം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് ആ നനവ് കൊണ്ടും നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം നിങ്ങൾ കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ എല്ലാം 4 ലെയറായിട്ട് 4 പീസ് വെച്ചിട്ട് നമ്മളിത് സ്ക്വയർ രൂപത്തിൽ എല്ലാം ചെയ്തെടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെയറിൻ്റെ ഇടയിലൊക്കെ ചോക്ലേറ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നിങ്ങളിത് ചേർക്കുമ്പോൾ വിപ്പിംഗ് ക്രീമിൽ അല്പം വനില എസൻസ് ചേർത്താൽ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. ഇത് നമ്മളുടെ മറ്റു കേക്കുകളെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണിത്. ബ്രെഡായിട്ടൊന്നും ഒരിക്കലും തോന്നില്ല നമുക്ക്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും പറയേണ്ട, എളുപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബോൾ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.